ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പം സമയം 6:33. ഇന്ന് രാവിലെ തന്നെ ഞാനും ഉണ്ണിയും കൂടെ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ഹോസ്പിറ്റലിലേക്കാണ് അല്ലേ. ഗ്ലൂക്കോസ് ടെസ്റ്റും ഷുഗറിൻ്റെയും കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് രാവിലെ വെറും വയറ്റിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. രാവിലത്തെ നമ്മളെ വഴിയും അതിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഡെയിലി പണിക്കുന്ന സമയത്ത് നമ്മൾ ആ 42, 43 ആ ഒരു ഏരിയയിലൊക്കെ മൊത്തം കോടയിൽ മൂടിയിരിക്കുന്നൊരു കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇന്നത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടും തന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ ചെറുങ്ങനെ കോട ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. അത്രയും ലുക്കായിട്ടില്ല, കുറച്ച് ഭാഗങ്ങളുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലിട്ടൊരു കുളമാണത്. എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഇട്ടതായിരുന്നു. ആ വഴിയാണ് പോകുന്നത്. 2 വഴിയുണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ. ഇത് കുറച്ച് ഷോർട്ടാണ്. വെള്ളം നല്ല കൂടിയല്ലേ. ഇതിൽ വന്നിട്ടുണ്ടെന്ന് അവര് നീന്തിയത്. വീട്ടിൽ നിന്ന് മാനന്തവാടിക്ക് ഏകദേശം ഒരു 21-22 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്ത് നല്ല പോയാൽ സമയമെടുക്കും. സൈഡിലേക്കൊക്കെ ഇതിലൊക്കെ എത്രയാണ് പുളി? ഇനി പച്ചവെള്ളം ഇതൊക്കെ കൈയിടലായിരിക്കുള്ളൂ. അത്ര നേരം കുടിക്കാണ്ടിരിക്കുവോ? ഞാൻ കുടിക്കുന്ന ഒറ്റയ്ക്ക് പോയി കുടിക്കാന്ന് വിചാരിക്കും. അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം. അവര് പറഞ്ഞ പ്രകാരം 2-3 മണിക്കൂറുള്ള പരിപാടിയാണ് അല്ലേ. ആദ്യം ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യും. ആ മരത്തിന്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചേരുന്നതാണ്. അടിപൊളിയാണല്ലോ. ഇതാണ് AKT എന്ന് പറഞ്ഞ ജംഗ്ഷൻ. വരിയാൽ AKT ജംഗ്ഷൻ. മന്തടിക്ക അല്ല, അപ്പുറത്ത് കൂടെ വരണ്ട വരും. ബാഗ് വെച്ചിട്ടില്ല. ബാഗ് അല്ല ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ നാളെ ഒന്നും കൂടി കാണിക്കാൻ പോണോ? ഒരു ഇഞ്ച് സ്ഥലം മതി. ഞാൻ അതിലിങ്ങനെ വിളിക്കും. ഇല്ലെങ്കിൽ ചേച്ചി ഇത് ഇവിടുത്തെ
ഇല്ലെങ്കിൽ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് കയറിയാൽ മതിയായിരുന്നു. സാരില്ല. എപ്പോഴാ ഡേറ്റ് പറഞ്ഞേ? നവംബർ. എങ്ങനെ നിനക്ക് പനിയാണോ? പനി അന്ന് പിടിച്ച സൗണ്ടൊന്നും റെഡി ആയില്ല. തൃശ്ശൂരി സംഭവമൊന്നും ഇല്ല. ഇന്നിടാനും നാളത്തേക്കുള്ള ഡ്രസ്സും ഉള്ളൂ. അതങ്ങനെ തന്നെ. നമ്മളെങ്ങോട്ട് പോകണമെങ്കിൽ എല്ലാം കൂടെ എടുക്കുമ്പോ ഒരു ദിവസമായാലും കണക്കാ. എനിക്ക് പണിക്ക് പോകും. നാളെ ഞാൻ നേരെ പണിക്ക് പോകും. എന്നാ പോട്ടെ. എന്നാ ശരി കേട്ടോ. ഗായ്സ്, നമ്മളിതാ മാനന്തവാടി ടൗണിലെത്തി. വരുന്ന വഴിക്ക് വീടിൻ്റെ അടുത്തുള്ള ആ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാ പിന്നെ നേരെ അങ്ങ് വന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കാണിക്കുന്ന സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് 7:05 നേരെ അങ്ങോട്ട് കേട്ട. അപ്പോൾ ഗായ്സ്, ഇതാ ഹോസ്പിറ്റലിലെത്തി. പാർക്ക് ചെയ്ത് വണ്ടി. ഇനിയിപ്പോൾ നേരെ ലാബിലേക്ക് പോവല്ലേ. എല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അന്ന്. പിന്നെ നേരെ പോയി അവിടുന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ പോവാ. എന്താ രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വണ്ടി കാണില്ല. ഒന്നുമില്ല എന്നല്ല, കുറച്ച് വണ്ടികളുണ്ട്. ചിലപ്പോൾ അഡ്മിറ്റ് ആയവരത് ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നമ്മളെ വണ്ടി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. എടുത്തില്ല, താക്കോലെടുത്ത്. പേഴ്സ് അവിടെ തന്നെ കേട്ടോ. അച്ഛാ പേഴ്സ് ഉണ്ടല്ലോ. പിന്നെ നേരെ അങ്ങോട്ട് പോവാട്ടോ. ഇത് കഴിഞ്ഞ് 2 മണിക്കൂർ. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മളെ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് ടെസ്റ്റ് അല്ലേ. ഇനി കുടിക്കണ്ടല്ലോ. വേണ്ട. നമ്മളെ ഏടക്കാണ് ഉണ്ണി അത് കുടിച്ച 7:35. ഇനി 8:35 ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ്. അപ്പം അതും കൂടെ കഴിഞ്ഞാലാണ് പോകാൻ പറ്റുക. അപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നേരെ വണ്ടിയിൽ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പം 7:52 ഇപ്പോൾ. ഒരു 1/2 മണിക്കൂറാകുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് പോവാം. ഗൈസ്, കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇനിയിപ്പോൾ ഒന്ന്
ഇനി പോയിട്ട് വരാം, 8:30 ഇനി ബാക്കി വന്നിട്ട് ഉറങ്ങാം. എൻ്റെ ടവലൊന്നും എടുക്കും ചേട്ടാ സൈഡിൽ നിന്ന്. ഗൈസ്, ഉണ്ണിയോട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് കലക്കിയിട്ടൊന്ന് കുടിക്കുന്നതാണ്. ഇത് ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ടിരുന്നു. ഉണ്ണി അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ടിരുന്നുട്ടോ. 2 hours later. അപ്പോൾ ഗൈസ്, ഇത് രണ്ടാമത്തെ ബ്ലഡ് കൊടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ പുറത്ത് വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് ഓഫായി പോയി, ചാർജ് ഇല്ലാണ്ട്. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഫോണും കുത്തിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോണ് കുത്തിയിട്ട് ഇനിയിപ്പോൾ 9:30 കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വിടാം കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ്. 3 hours later. ഗൈസ്, ഇതാ ഇപ്പോൾ 3ാമത്തെ വട്ടം വന്നിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ പോവാട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം. 9:30 കഴിഞ്ഞ്. ഇനിയിപ്പോൾ നേരെ വിടാമല്ല. എന്നാൽ ചായ കുടിക്കണം. ചായയും കുടിച്ചിട്ട് നേരെ പോകണം. ഒന്നും കഴിച്ചില്ലല്ലോ ഞാനും. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ഹോസ്പിറ്റലിലത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ചായ എന്തെങ്കിലും കുടിക്കണം. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ. എത്ര മണിക്ക് നമ്മൾ ഇറങ്ങി? 6:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ 9:56, 10 മണിയായി. അപ്പം നേരെ ഇനി ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് നേരെ വിടാമല്ലേ. അപ്പോൾ സെഞ്ചുറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങ് പോവാം അല്ലേ. കോഴിക്കോട് റോഡ് ലിയോന്റെ ഓപ്പോസിറ്റ് മൊത്തം പച്ചക്കറി വെക്കുന്നുണ്ടോ. പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നൈസിൽ കുറച്ച് ആപ്പിൾ വാങ്ങിയതാ. പോവല്ല. ഇല്ല അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ എന്നെ വിളിച്ച് നോക്കിയിട്ട് വേണം വാങ്ങാനല്ല. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ബഡാ ബസാറിലും വന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയതാ? 6:30 ഇറങ്ങിയ നമ്മളാണ് 11:20. ഇപ്പോൾ 11:20 സമയം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ പോവുകയാണ്. അയ്യോ മടുത്തു. അങ്ങനെ അതെവിടെ പോയി? ഓടിയോ തിരിച്ച്? അത് പോയി. പിന്നെ പടി ചാടിയാനാ ഉണ്ടാവും. വന്നു അത് ടയറിന്റെ അടുത്ത് വരെ. ടയറിന്റെ അടുത്ത് എത്തിയത്.
കറക്റ്റ് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പറ്റി എന്ത് വരുത്താന്ന് തൊട്ട് വേഗം തന്നെ ഒരു വണ്ടിയും ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു ദിവസം ഇത്ര തന്നെ ഉള്ളു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്കാ ടൈം അല്ലേ. നമ്മള് പ്രതീക്ഷിച്ച ടൈമിനൊന്നും വീടെത്തിലുണ്ടാവില്ല. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഏകദേശം 9:30 അവിടെ നിന്ന് ഇറങ്ങിയതാ. നേരത്തെ ഇറങ്ങിയതാ. ബാക്കി ടൗണിലൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും അതും ഇതിനൊക്കെ ആയിട്ട് ആണ് ടൈം പോയത്. ബസ്സുകാരെ കൊണ്ടൊക്കെ ചോറയാ. നമ്മള് കറക്റ്റ് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണല്ലോ മൊത്തം വരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചകൾ ഇത്ര തന്നെ ഉള്ളു. അപ്പൊ ഗൈസ് വേറൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ. അപ്പം ബൈ.